ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യസഭ സീറ്റ് സംബന്ധിച്ചാണ്. പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിനിടയിൽ ഈ ഒരു കെ മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യസഭാ സീറ്റ് ഒഴിവ് എന്നത് മുസ്ലിം ലീഗ് മുരളീധരന് കൊടുക്കുമോ, അത്തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആലോചന എവിടെയെങ്കിലും ലീഗിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ? മുരളിയുടെ തോൽവി സത്യത്തിൽ കേരളത്തിൻ്റെ പൈതൃകത്തിന് ഏറ്റൊരു ആഘാതം തന്നെയാണ്. കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. അതിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ആഘാതമാണ് തൃശ്ശൂരിലെ BJPയുടെ വിജയം. അതെങ്ങനെ സംഭവിച്ചു എന്നത് UDFും കോൺഗ്രസും ഒക്കെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ സങ്കല്പികമാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല. രാജ്യസഭ സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് രാജ്യസഭ മുസ്ലിം ലീഗിന് നിശ്ചയിച്ചു വെച്ചതാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഏതാനും ദിവസങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങയുടെ പേര് ഈ ഒരു രാജ്യസഭയിലേക്ക് സജീവമായിട്ട് പരിഗണിക്കുന്നു, ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആലോചന പാർട്ടി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കുമോ? എന്താണ്? അല്ല, അത് സാങ്കല്പിക ചോദ്യത്തിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ കൂടി ആലോചിച്ച് പ്രഖ്യാപിക്കും. അതാരായിരുന്നാലും പാർട്ടി ഏറ്റെടുക്കും. പുതുമുഖങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആള് അതായത് യുവാവാണെന്നല്ല. അല്ല, പുതുമുഖം എന്ന് പറഞ്ഞാൽ യുവാവല്ലല്ലോ. ഈ പാർലമെന്ററി രംഗത്ത് ഇതുവരെ എത്താത്ത ആളുകളൊക്കെ പുതുമുഖങ്ങളാണ്. ആർത്ഥത്തിലായിരിക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും 2 ദിവസം തീരുമാനമാവും അല്ലേ? തീർച്ചയായിട്ടും. എന്നാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നുണ്ടായിരിക്കും? ഏതായിരുന്നാലും തങ്ങൾ തിരിച്ചെത്തിയാൽ തങ്ങൾ ഡൽഹിയിലായിരുന്നു. ഇനിയിപ്പോൾ ദുബായിൽ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് തങ്ങൾ പ്രഖ്യാപിക്കും.